എല്ലാവർക്കും സ്നേഹവന്ദനം. ഉൽപ്പത്തി 12-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളുടെ ആമുഖമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വേദഭാഗത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, ഇത് ബൈബിളിൻ്റെ തുടർന്നുള്ള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതിനെക്കുറിച്ചൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഇനി നമ്മുടെ മുമ്പാകെയുള്ള ഒരു ചോദ്യം, അബ്രാമിനോട് ദൈവം ഇവിടെ വെച്ച് പറഞ്ഞ ഈ വാക്കുകൾ, അല്ലെങ്കിൽ 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗത്തിൽ നമ്മൾ കാണുന്ന ഈ ഒരു കാര്യങ്ങൾ, ഇത് മുന്നമേ അബ്രാഹാമിനോടൊന്ന് പറഞ്ഞതായിരുന്നോ? മെസൊപ്പൊട്ടേമിയയിലെ ഊരിലിരിക്കുമ്പോൾ ദൈവം അബ്രാഹാമിനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാണോ അബ്രാഹാമിനെ കൊണ്ടുവന്നത് എന്നൊരു ചോദ്യം നമുക്ക് ചോദിക്കാം. എന്തായാലും ഒരു കാര്യം നമുക്കറിയാം, 11-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ ഈ തേരഹ് തൻ്റെ മക്കളെയൊക്കെ കൂട്ടിയിട്ട് കനാൻ ദേശത്തേക്ക് പോകാൻ വേണ്ടിയാണ് പുറപ്പെട്ടു വന്നത്. അപ്പോൾ അവിടെ എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് അവരവിടെ നിന്ന് പുറപ്പെട്ടു പോന്നു എന്ന് ചോദിച്ചാൽ, അതിന് പുറകിലെ കാരണങ്ങളായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യമായി ഉണ്ടാകണം. കാരണം ഇവർ മഹാസമ്പന്നരായ മനുഷ്യരായിരുന്നു. അവർക്ക് ദാരിദ്ര്യമോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. ധാരാളം വസ്തുവകളുണ്ടായിരുന്നു, ആടുമാടുകളുണ്ടായിരുന്നു, ദാസിദാസന്മാരുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് അബ്രാഹാമിൻ്റെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അതുമാത്രമല്ല, ഇവർ താമസിച്ചിരുന്ന മെസൊപ്പൊട്ടേമിയ എന്ന് പറയുന്ന സ്ഥലം, യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികളുടെ ആ തടങ്ങൾ ലോകത്തിലെ ഏറ്റവും ഫലഭൂയിഷ്ടിയുള്ള സ്ഥലങ്ങളാണ്. ധാരാളം കൃഷി ചെയ്ത് സമ്പത്തുണ്ടാക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഈ മെസൊപ്പൊട്ടേമിയ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അത്രയും സമ്പൽ സമൃദ്ധമായ ഒരു സ്ഥലം വിട്ടിട്ട്, ഇവരുടെ അനവധിയായ സമ്പത്ത് വിട്ടിട്ട് ഇവർ മറ്റൊരു സ്ഥലത്തേക്ക് ഇത്രയും ദൂരം കഷ്ടങ്ങൾ സഹിച്ച് യാത്ര ചെയ്ത് പോയത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യത്തിൻ്റെ ഉത്തരം തീർച്ചയായും ദൈവം അവരോട് സംസാരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാകാനാണ് സാധ്യത. അപ്പോൾ പിന്നെ എന്താണ് അതിനെക്കുറിച്ച് അതിനു മുമ്പ് പറയാത്തത്? ഈ 12-ാം അധ്യായത്തിൽ വന്നപ്പോൾ ഇങ്ങനെ പറയുന്നത്. അതിനു മുമ്പ് മോശെ അത് എഴുതിയില്ല. എന്നാൽ 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ മോശ അത് വളരെ കാര്യമായിട്ട് തന്നെ രേഖപ്പെടുത്തിയാണ്. എന്താണ് ഇവരെ അവിടെ നിന്ന് പുറപ്പെട്ടു വരാനായിട്ട് പ്രേരിപ്പിച്ച ചേതോവികാരം എന്നത്, അതിൻ്റെ പിറകിലുള്ള കാരണങ്ങൾ എന്താണ് എന്ന് മോശ വ്യക്തമാക്കിയാണ്. ഈ വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ, യഹോവ അബ്രാഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ എന്നാണ്. ഇത് ഹാരാനിൽ വെച്ച് അരുളി ചെയ്തതാണോ അതോ മെസൊപ്പൊട്ടേമിയയിലെ ഊരിൽ വെച്ച് അരുളി ചെയ്തതാണോ എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് അവിടെ പറയുന്നില്ല. എങ്കിലും അബ്രാഹാമിനോട് എപ്പോഴോ ദൈവം ഇത് അരുളി ചെയ്തിട്ടുണ്ട്. മെസൊപ്പൊട്ടേമിയയിലെ ഊരിൽ വെച്ചായിരിക്കാം, അല്ലെങ്കിൽ ഹാരാനിൽ ഈ തേരഹ് എന്ന തൻ്റെ പിതാവ് മരിച്ചതിന് ശേഷം ആയിരിക്കാനും സാധ്യതയുണ്ട്. ചില വ്യാഖ്യാതാക്കൾ അതിനെക്കുറിച്ച് പറയുന്നു, ദൈവം മെസൊപ്പൊട്ടേമിയയിലെ ഊരിൽ വെച്ച് ആദ്യം തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പുറപ്പെട്ടു വന്നത്. പിന്നീട് ഹാരാനിൽ വന്ന് കുറച്ച് നാളൊക്കെ താമസിച്ചു. അതിനുശേഷം തേരഹ് മരിച്ചപ്പോൾ ദൈവം അബ്രാഹാമിനോട് തൻ്റെ വിളിയെക്കുറിച്ച് വീണ്ടും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്ന ഒരു ഭാഗമാണിത്. അതുകൊണ്ട് ആദ്യം ദൈവം മെസൊപ്പൊട്ടേമിയയിൽ പറഞ്ഞ ആ അനുഗ്രഹത്തിൻ്റെ വാക്കുകളെ, അല്ലെങ്കിൽ അബ്രാഹാമിലൂടെയുള്ള ദൈവത്തിൻ്റെ പദ്ധതികളെ ദൈവം ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. അതിന് റീകൺഫർമേഷൻ എന്ന് പറയുകയാണ്. ഒന്നുകൂടി ഉറപ്പിച്ച് ദൈവം പറയുന്ന ഒരു സന്ദർഭമാണ് ഇത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദൈവം രണ്ടാമതും ഇത് തന്നെ അബ്രാഹാമിനോട് പറയുന്നു എന്ന നിലയിൽ വേണം അതിനെ മനസ്സിലാക്കാൻ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. നമുക്ക് എങ്ങനെയായാലും പ്രശ്നമില്ല. ആദ്യമായിട്ട് പറയുന്നതാണെങ്കിലും രണ്ടാമത് എടുത്ത് ദൈവം ഒന്നുകൂടി ഉറപ്പിച്ച് പറയുന്നതാണെങ്കിലും നമുക്കതിനകത്ത് പ്രയാസമൊന്നും തോന്നേണ്ട കാര്യമില്ല. എന്തായാലും ദൈവത്തിൻ്റെ വാക്കുകൾ അബ്രാഹാം കേട്ടു എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ മറ്റൊരു സാധ്യത കൂടി ഉണ്ടായിരിക്കാം. മെസൊപ്പൊട്ടേമിയയിൽ ഊരിൽ വെച്ചാണ് ദൈവം ഈ വാക്കുകളെ പറഞ്ഞത്. ദൈവം ഇതാണ് പറഞ്ഞത് എന്നും 11-ാം അധ്യായത്തിൽ മോശ പറയാതെ 12-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ വാസ്തവത്തിൽ അന്ന് ദൈവം പറഞ്ഞത് ഇന്ന കാര്യങ്ങളാണ്, അവരെ ആ ഊരിൽ നിന്ന് പുറപ്പെടുവിച്ചത് ദൈവത്തിൻ്റെ ഈ വാക്കുകളാണ് എന്ന നിലയിൽ മോശ രേഖപ്പെടുത്തിയതും ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഇത് രണ്ടിൽ ഏതാശയം സ്വീകരിച്ചാലും നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ നമുക്ക് നടത്താൻ സാധിക്കുന്ന മറ്റൊരു ഒബ്സർവേഷൻ, ഈ തേരഹിൻ്റെ മരണശേഷമാണ് ദൈവം അബ്രാഹാമിന് പ്രത്യക്ഷപ്പെടുന്നത്. മെസൊപ്പൊട്ടേമിയയിൽ വെച്ചൊന്ന് പ്രത്യക്ഷപ്പെട്ടു, എന്നാൽ ഇനി രണ്ടാമത് പ്രത്യക്ഷപ്പെട്ട് ഇത് ഓർപ്പിച്ച സന്ദർഭമാണെങ്കിൽ തേരഹിൻ്റെ മരണശേഷമാണ് ദൈവം പ്രത്യക്ഷപ്പെടുന്നത്.
ഈ തേരഹ് എന്ന് പറയുന്ന വ്യക്തിക്കല്ല വാസ്തവത്തിൽ ദൈവത്തിൻ്റെ വിളി ലഭിച്ചത്. വിളി ലഭിച്ചത് അബ്രാഹാമിനാണ്. എന്നാൽ കുടുംബത്തിൻ്റെ നാഥനായ തേരഹ് അബ്രാഹാമിനെയും ലോത്തിനെയും സാറായിയും ഒക്കെ കൂട്ടിക്കൊണ്ട് ഊരിൽ നിന്ന് പുറപ്പെട്ട് പോരുകയാണ് ചെയ്തത് കനാൻ ദേശത്തേക്ക് പോകാനായിട്ട്. അബ്രാഹാമിന് ലഭിച്ച ഈ വിളിയുടെ കൂടെ കൂടിയ ആളുകളാണ് തേരഹും ലോത്തുമൊക്കെ. അതുകൊണ്ടായിരിക്കണം ഈ കനാൻ ദേശത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഹാരാനിൽ വെച്ച് ഈ തേരഹ് മരിച്ചു പോകാനായിട്ട് ഇടയായി തീർന്നത്. ഇവിടെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന ഒരു പാഠം, ദൈവത്തിൻ്റെ വിളി ലഭിച്ച് ആ വിളിയോടുകൂടി ആ വിളിയുടെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ പിന്നാലെ, ദൈവം നൽകിയ ദർശനത്തിന് പിന്നാലെ യാത്ര ചെയ്യുന്ന മനുഷ്യരുണ്ട്. അവരിലൂടെയാണ് ദൈവത്തിൻ്റെ പരിപാടി മുന്നോട്ട് പോകുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഈ വിളി ലഭിച്ച് ഇറങ്ങി പുറപ്പെടുന്ന ആളുകളോട് കൂടെ ഇറങ്ങി പുറപ്പെടുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട്. ആ പ്രിയപ്പെട്ടവർക്ക് വാസ്തവത്തിൽ ഈ വിളി ലഭിച്ചിട്ടില്ല. മാത്രമല്ല, ആ വിളി ലഭിക്കാത്തവരായതുകൊണ്ട് അവർ കനാൻ ദേശത്ത് എത്തും എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പും ഇല്ല. അവരെത്തിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. തേരഹിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഹാരാനിൽ വെച്ച് മരിച്ചു. ലോത്തിൻ്റെ കാര്യം എടുക്കാം. ലോത്തിന് ആ വിളി ലഭിച്ചിരുന്നോ? ലോത്തിന് കനാൻ ദേശത്തേക്ക് പോകാനായിട്ടുള്ള വിളി ലഭിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ, പിന്നീട് നമുക്ക് ചരിത്രം പുരോഗമിക്കുമ്പോൾ കാണാം, ലോത്തും ഇടയിൽ വെച്ച് ആ യാത്രയിൽ നിന്ന് പിന്മാറി സ്വന്തമായ താല്പര്യങ്ങൾക്കനുസരിച്ച് ഈ ലോകത്തെ സ്നേഹിച്ച് സോദോം ഗൊമോറ എന്ന ആ പാപം നിറഞ്ഞ പട്ടണത്തിലേക്ക് കൂടാരം നീക്കി അടിച്ചു പോകുന്ന കാഴ്ച നമുക്ക് കാണാം. അപ്പോഴും അബ്രാഹാമിൻ്റെ കണ്ണ് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരത്തിലേക്ക് മാത്രമായിരുന്നു. അങ്ങോട്ട് മാത്രമാണ് അബ്രാഹാം നോക്കിയത്. ദൈവം അബ്രാഹാമിനെ കനാൻ ദേശത്ത് എത്തിക്കുകയും ചെയ്തു. അപ്പോൾ വിളി കേട്ട് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഇറങ്ങി പുറപ്പെടുന്ന മനുഷ്യർക്ക് ദൈവം കനാൻ ദേശം കൊടുക്കുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അവരവിടെ എത്തുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. എന്നാൽ വിളി കേട്ട് കൂടെ ഇറങ്ങി വരുന്ന പല ആളുകൾക്കും വഴിയിൽ വെച്ച് ആ യാത്രയിൽ അവർ ദിശ തെറ്റി പോകുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇന്നും വിശ്വാസ സമൂഹത്തെ നമ്മൾ എടുക്കുമ്പോൾ ദൈവത്തിൻ്റെ വിളി വ്യക്തിപരമായിട്ട് കേട്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ഇറങ്ങി പുറപ്പെടുന്ന ഒത്തിരി ആളുകളെ നമുക്ക് കാണാം. അവരുടെ ജീവിതത്തിൽ എന്ത് പ്രതികൂലങ്ങളോ എന്ത് പ്രശ്നങ്ങളോ വന്നാലും അവർ വിശ്വാസത്തിൽ നിലനിൽക്കുകയും കർത്താവ് അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അവകാശം അവർ പ്രാപിക്കുകയും ചെയ്യും. എന്നാൽ ഈ വിളി കേട്ട് ഇറങ്ങി പുറപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ തന്നെ ഇറങ്ങി പുറപ്പെടുന്ന ആളുകളെയും നമുക്ക് കാണാം. ഒരുപക്ഷെ അവരുടെ കുടുംബത്തിലുള്ള ഭാര്യയായിരിക്കാം, ഭർത്താവായിരിക്കാം, മക്കളായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം, ചിലപ്പോൾ സ്നേഹിതരായിരിക്കാം. ഇവരൊക്കെ വാസ്തവത്തിൽ അവർക്ക് വ്യക്തിപരമായി കർത്താവിലുള്ള ആ വിശ്വാസമുണ്ടായിട്ട് കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആ വിളി ലഭിച്ചിട്ട് ഇറങ്ങി പുറപ്പെട്ടവർ ആയിരിക്കണമെന്നില്ല. ഈ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി, ഈ അടുത്ത വ്യക്തി, അദ്ദേഹം ഇറങ്ങി പുറപ്പെടുന്നത് കണ്ടാൽ കൂടെ ഒരുമിച്ചെന്നാൽ പോയേക്കാം എന്ന് വിചാരിച്ച് പോകുന്നവരായിരിക്കാം. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനതയെക്കുറിച്ച് പറയുമ്പോഴും അവിടെ പെസഹാ കുഞ്ഞാടിൻ്റെ രക്തത്താൽ യഥാർത്ഥത്തിൽ വീണ്ടെടുക്കപ്പെട്ട മനുഷ്യരുണ്ട്. എന്നാൽ ആ കൂടെ പുറപ്പെട്ട ഒരു സമ്മിശ്ര ജാതിയെക്കുറിച്ചും ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ സഭകളെക്കുറിച്ച് പറയുമ്പോഴും പൗലോസ് അപ്പോസ്തലൻ്റെ എഴുത്തുകളിലൊക്കെ സഭയിൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾ മാത്രമല്ല, കള്ള വിശ്വാസികളായിട്ടുള്ള ആളുകൾ, കള്ള സഹോദരന്മാരുണ്ട് എന്നും സൂചനകളുണ്ട്. കർത്താവിൻ്റെ വാക്കുകളിലുണ്ട്, ഗോതമ്പ് വിതച്ചു പോയ പാടത്തിൽ ശത്രു വന്ന് കള വിതച്ചേച്ച് പോയി. ഗോതമ്പ് മാത്രം അവശേഷിപ്പിച്ചാൽ മതി, കള പറിച്ചു കളയട്ടെ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, വേണ്ട, രണ്ടും കൂടെ ഒരുമിച്ച് വളർന്നോട്ടെ. എന്നാൽ അതിനെ വേർതിരിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിൽ ഈ കളയും ഗോതമ്പും തമ്മിൽ വേർതിരിക്കപ്പെടും. അതുവരെ ഇത് രണ്ടും ഒരുമിച്ച് കാണപ്പെടുന്നതാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ദൈവിക പരിപാടിയിൽ നമുക്ക് ഈ വിളി കേട്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വിളി കേട്ട മനുഷ്യർ, അവർ ദൈവത്തിൻ്റെ പിന്നാലെ പോകുന്ന, അവർക്ക് വാഗ്ദത്തം ചെയ്ത കനാനിലേക്ക് യാത്രയാകുന്ന ആ യാത്ര നമുക്ക് കാണാം. എന്നാൽ അവരുടെ കൂടെ ഒരുപക്ഷെ വിളി ലഭിക്കാതെ തേരഹിനെ പോലെയുള്ള ചില ആളുകളും ഇറങ്ങി പുറപ്പെടുന്ന നമുക്ക് കാണാം. പക്ഷെ അവർ ആ ലക്ഷ്യത്തിൽ എത്തും എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. ഈ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോകുന്ന ആളുകളെക്കുറിച്ച്
ചില ആളുകളെങ്കിലും ധരിച്ചു വെച്ചിരിക്കുന്ന അവരുടെ രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്നാണ്. എന്നാൽ വാസ്തവത്തിൽ അവർ രക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന ആളുകൾ എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർ വാസ്തവത്തിൽ രക്ഷിക്കപ്പെടാത്ത ആളുകളാണ്. അവർ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ആ തെരഞ്ഞെടുപ്പിൽ ഇല്ലാത്ത ആളുകളാണ്. കുറച്ചു കാലം അവരിങ്ങനെ കൂടെ നടക്കുന്നു എന്നേ ഉള്ളൂ. അവർ തേരഹിനെ പോലെ വഴിയിൽ വെച്ച് അവസാനിച്ചു പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് അവർ പിന്മാറിപ്പോകും. അവരുടെ രക്ഷ നഷ്ടപ്പെട്ടു പോകുന്നതല്ല, അവർ വാസ്തവത്തിൽ രക്ഷിക്കപ്പെടാതെയാണ് ഈ യാത്രയിൽ ഇത്രയും മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതിയായിരിക്കും. അപ്പോൾ ഇത് ഈ 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗത്തിന് ഒരു ആമുഖമായിട്ട് നമുക്ക് വയ്ക്കാം. തുടർന്ന് നമുക്ക് അടുത്ത ക്ലാസ് മുതൽ ആ വാക്യങ്ങളിലേക്ക് പ്രവേശിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.